ഹലോ. കുറച്ച് ദിവസം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കുറച്ച് ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് എൻ്റെ തലമുങ്ങ ഇല്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു ദിവസമാണിത്. അപ്പം ഇന്നിപ്പോൾ രാവിലെ കെട്ടിയൊരുങ്ങി ഞാൻ എവിടെയാണ് പോകുന്നത് വെച്ചാൽ ഒന്ന് ബസാറ് വരെ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ചെയ്തിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് നീ റെഡി ആവുന്നത്. ഈ പയ്യന്നൂരുകാരുണ്ടല്ലോ, ഈ ടൗണിനാണ് ബസാറ് എന്ന് പറയല്. വീടില്ലവർക്ക് അങ്ങ് പെരുമ്പ തൊട്ട് ഇങ്ങ് കേളോത്ത് വരെ ബസാറാണ്. എൻ്റെ അമ്മേൻ്റെ വീട് പയ്യന്നൂരായതുകൊണ്ട് പണ്ട് വെക്കേഷനിൽ ഇവിടെ നിൽക്കാൻ വേണ്ടി വരുമ്പോഴെല്ലാം ഞാൻ ഈ വാക്ക് കേൾക്കലുണ്ടായിന് കേട്ടോ, ബസാറ് എന്നുള്ളത്. അന്നേരമല്ല എൻ്റെ വിചാരം ഇത് ഏതോ സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഈ ബസാറ് എന്ന്. ഞാൻ വിചാരിച്ചിട്ട് ഈ ടൗണിനെയാണ് ഇവർ ഈ ബസാറ് എന്ന് പറയുന്നതെന്ന്. പിന്നെ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ സ്ഥിര താമസാക്കിയിട്ടാകുമ്പോഴാണ് കേട്ടാ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടീനി. അതെന്തേപ്പാ ഇവർ ഈ ടൗണിനെ ബസാറ് എന്ന് പറയുന്നത്? വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ പറയുന്നത്? അതെന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് ബസാറിൽ പോയിട്ട് വന്നേക്കാം അല്ലേ. അപ്പൊ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ പോവാന്ന് കേട്ടാ ബസാറിലേക്ക്. ഇന്ന് നമ്മളെ ദമ്പിക്കുഞ്ഞിന്റെ പിറന്നാളാന്നേ. അപ്പൊ ഓക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോയത്. നിനക്കെന്ന് കുഞ്ഞി പിറന്നാളിന് ഗിഫ്റ്റ് വേണ്ടേന്ന് വെച്ചപ്പോ എൻ്റെ മോൾ എന്നോട് പറഞ്ഞത് വല്യമ്മ എനിക്ക് സ്വർണ്ണത്തിന്റെ കളറിലെ കമ്മൽ മതി എന്നാന്നേ. അപ്പൊ ഞാനതൊന്ന് വെള്ളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഞാൻ പോയത് സെൻറ് മേരീസിൻ്റെ ഓപ്പോസിറ്റിലെ സിൽഗോയിലേക്കാണ് കേട്ടോ. ആടുന്ന് ഞാൻ ആ കമ്മലും പാക്ക് ചെയ്തിട്ട് നേരെ പോയത് നമ്മളെ തായ്നേരി റോഡിലെ വർഷൈനിലേക്കാണേ. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രോഗ്രാം സീസൺ ആകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാനേ പറ്റില്ല. അങ്ങനെ ഉണ്ടായ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോയോണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ എനിക്ക് വേണ്ടി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും നല്ല വിശപ്പ് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് ഹെലുവിലേക്കാണ്. ആടെ പോയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും ഒരു ലോഡഡ് ഫ്രൈസ് വന്നേ. അങ്ങനെ മൂക്ക് മുട്ടത്ത് തന്നിട്ട് ബില്ലും കൊടുത്തിട്ട് ഇന്നത്തെ സ്പോൺസർ എൻ്റെ കെട്ടിയനോട് 1000 നന്ദിയും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടാ.